ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയധികം വിനാഗിരി നമുക്കൊരു പഴയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ വിനാഗിരി എത്രയാണോ എടുക്കുന്നത് അത്രയും തന്നെ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 പച്ച കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പച്ച കർപ്പൂരം ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അലിയിപ്പിച്ചെടുക്കാം. ഇനി ഈ വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ മഴക്കാലം ആയതോടുകൂടി തന്നെ ഭയങ്കര ഉറുമ്പ് ശല്യം കൂടുതലാണ്. ഉറുമ്പ് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ വീടുകളിലും മോഡുലാർ കിച്ചണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മോഡുലാർ കിച്ചണിൻ്റെ കപ്ബോർഡുകളിലെല്ലാം പല്ലി പാറ്റയൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ മുട്ടയിട്ടിട്ടും അതുപോലെ അതിൻ്റെ കാഷ്ടമൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറാനായിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്സ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ ഈ പല്ലി പാറ്റ അങ്ങനെയുള്ള ഒന്നും വരത്തില്ല. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻ്റെ ഈ മോഡുലാർ കിച്ചണാണിത്. ഈ കിച്ചണിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ പാറ്റയുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പല്ലിക്കൊക്കെ ആണെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി, അതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എത്ര ടൈറ്റാക്കി വെച്ചാലും അതെങ്ങനെയാണ് കയറുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പക്ഷേ ഇതെല്ലാം മാറാനായിട്ട് നമ്മൾ ഇതുപോലെ വിനാഗിരിയും 2 പച്ച കർപ്പൂരവും കൂടെ ഇതുപോലെ ഇട്ട് വെള്ളം ഇങ്ങനെ ഒരു സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. കാരണം ഇതിൻ്റെ സ്മെല്ല് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കും ഇതിൻ്റെ സ്മെല്ല്. മാത്രമല്ല നമുക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ട് ഈ കപ്ബോർഡിൻ്റെ പുറമെ നമുക്ക് നന്നായിട്ട് തന്നെ തുടച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു വൈപ്പ് വെച്ചിട്ട് സ്പോഞ്ച് വൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ അടച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കപ്ബോർഡിലും നന്നായിട്ട് ഇങ്ങനെ തുടച്ച് കൊടുത്താൽ അത് നന്നായിട്ട് ക്ലീൻ ആകുകയും ചെയ്യും കേട്ടോ. എന്തെങ്കിലുമൊക്കെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറാനും ഒക്കെ നമുക്ക് സഹായിക്കും. മാറാലകൾ അങ്ങനെ എട്ടുകാലിയുടെയൊക്കെ മാറാലകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര മാറാല ശല്യമാണ്. അപ്പോൾ ഇതെല്ലാം മാറാനായിട്ട് നമുക്ക് അതുപോലെ തന്നെ കപ്ബോർഡ് നല്ല ക്ലീനായിട്ട് ഇരിക്കാനും നല്ല കളറ് കിട്ടാനൊക്കെ ഇങ്ങനെ ഈ ഒരു വിനാഗിരിയും കർപ്പൂരം വെച്ച് ഇങ്ങനെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറും കിട്ടും. നല്ല ഇതുപോലുള്ള ഉറുമ്പ് പാറ്റ പല്ലിയുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനും സാധിക്കും. മാത്രമല്ല നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമ്മൾ തുടയ്ക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് തുടച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ ഈ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ പഞ്ചസാരയിലൊക്കെ ഉറുമ്പൊക്കെ കയറിയിരിക്കുക എന്നുള്ളത്. ഉറുമ്പിൻ്റെ ശല്യം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും, ഒരുപാട് വരും. കാരണം പുറത്തെല്ലാം നനഞ്ഞ് മണ്ണൊക്കെ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഇരിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് ചൂട് തേടി ഇങ്ങനെ വരും. അപ്പോൾ ഈ നമ്മുടെ അടുക്കളയിലുള്ള പഞ്ചസാര പാത്രത്തിലും അങ്ങനെയുള്ളതിലൊക്കെ കയറിയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ 2 ഗ്രാമ്പു ഈ പഞ്ചസാരയിലിട്ട് കഴിഞ്ഞാൽ ആ ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ കാണിച്ചത്. പിന്നെ വേറൊരു ടിപ്സ്, നമ്മുടെ വീട്ടിൽ തേങ്ങയൊക്കെ അധികം ഉള്ളവരാണെങ്കിൽ അവരുടെ വീടുകളിൽ തേങ്ങയൊക്കെ ആട്ടിച്ച തേങ്ങാപ്പിണ്ണാക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഈ തേങ്ങാപ്പിണ്ണാക്ക് നല്ലൊരു വളമാണ് കേട്ടോ. നമ്മുടെ ചെടികൾക്കും അതുപോലെയുള്ള കൃഷികൾക്കെല്ലാം ഈ ഒരു തേങ്ങാപ്പിണ്ണാക്ക് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കുറേ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൂവുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ കൃഷികൾക്കാണെങ്കിലും നന്നായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതൊന്നും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആരും അത് വേസ്റ്റ് ആക്കരുത്. പിന്നെ മാത്രമല്ല കോഴികൾക്കും ഇതുപോലെ ഒരു നല്ലൊരു തീറ്റയാണ് കേട്ടോ. വെള്ളത്തിലിട്ട് ഇതുപോലെ ഞാനിപ്പോൾ കോഴികൾക്ക് കൊടുക്കാനായിട്ടാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കോഴികൾക്കാണേലും തീറ്റയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ചോറോ അല്ലെങ്കിൽ ഗോതമ്പോ അരിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാനും സാധിക്കും. അപ്പം നല്ലോണം മുട്ടയുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ആരും വേസ്റ്റാക്കി കളയണ്ട. ഇതൊക്കെ നല്ലൊരു ഉപകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ്.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നല്ലൊരു ഹെയർ ഡേ ആണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതും നാട്ടുമരുന്നായ ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളതാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ പനിക്കൂർക്കയുടെ കുറച്ച് ഇല എടുക്കുന്നുണ്ട്, പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ ഇലയും എടുക്കുന്നുണ്ട്. ഇത് ഞാനും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും തേക്കാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മോന് ഇപ്പോൾ 30 വയസ്സുണ്ട്. അവന് 28 വയസ്സ് മുതൽ ഞാനിത് ചെയ്ത് കൊടുക്കാറുണ്ട്. അവന് ഈ ജോലിയുടെ ടെൻഷനെല്ലാം കൊണ്ട് മുടി അവിടെ ഇവിടെയൊക്കെ ഇട്ട് നരച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഈ ഒരു കൂട്ടാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് ബ്ലാക്ക് കളർ കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈകളൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം തേച്ചാൽ വലിയ കുഴപ്പമൊന്നും വരില്ല. പക്ഷേ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് തേച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ മുടി കൂടുതൽ നരയ്ക്കത്തേ ഉള്ളൂ. കാരണം പിന്നീട് നമ്മൾ ആയിട്ടുള്ള ഹെയർ ഡൈകളൊക്കെ തേച്ചാലൊന്നും പിടിക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണ് പലർക്കും ഹെയർ ഡൈകൾ നമ്മൾ നാച്ചുറലായതൊക്കെ ചെയ്യുമ്പോഴേ പിടിക്കാതാവുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ആയിരിക്കും കിട്ടുക. ഈ കൂട്ട് ഒരു പഴയകാല ഗുരുക്കളാണ് എനിക്ക് പറഞ്ഞു തന്നത്. കാരണം എൻ്റെ മോന് ചെറുപ്രായത്തിൽ തന്നെ അവൻ്റെ മുടി നരച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഗുരുക്കളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. അങ്ങനെയാണ് ഗുരുക്കൾ ഈ ഒരു കൂട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അകാല നര അതുപോലുള്ള നരയെല്ലാം മാറാനായിട്ട് സഹായിക്കും എന്ന് പറഞ്ഞത്. ഇനി ഇതിൻ്റെ കൂടെ എന്തൊക്കെ ചേർക്കാം, എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് പനിക്കൂർക്കയുടെ ഇലയൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഈ പനിക്കൂർക്കയുടെ ഈ തണ്ട് കളയാൻ പാടില്ല കേട്ടോ. ഈ തണ്ട് കൂടി എടുക്കണം. ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. കത്തി കൊണ്ട് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു പൂവും കൂടെ ഇതിലേക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ശംഖുപുഷ്പം നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും നിങ്ങൾ ഉപയോഗിക്കുക. മാത്രമല്ല ഈ ശംഖുപുഷ്പം നേരിട്ട് പറിക്കുന്നതും ഇത് ഉണക്കി പൊടിച്ചും അതും ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ നേരിട്ടുള്ള പൂവാണ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഉണക്കി പൊടിച്ച് കടയിലൊക്കെ വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഒറിജിനലാണ് എന്നത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ നമുക്കും ഇത് തന്നെ പൂവ് ഉണക്കി പൊടിച്ച് വെക്കാവുന്നതാണ്. നിങ്ങൾ ഈ കറിവേപ്പില എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല മൂത്ത കറിവേപ്പില എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇളം കറിവേപ്പില എടുക്കരുത്. എന്ന് വെച്ചാൽ പുതിയ കറിവേപ്പില എടുക്കരുത്. പഴയ മൂത്ത കറിവേപ്പില തന്നെ ഇതിനായിട്ട് എടുക്കണം. കാരണം അതിനാണ് ഫലം കൂടുക. അപ്പം ഞാൻ ശംഖുപുഷ്പം, കറിവേപ്പില, നമ്മുടെ പനിക്കൂർക്കയുടെ ഇത് മൂന്നും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കണം നമുക്ക്. അപ്പം ഞാനിത് ഓൾറെഡി മോന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ടും മാത്രമല്ല ഇതിനൊക്കെ കുറച്ച് സമയം എടുക്കേണ്ടതായതുകൊണ്ടും ഞാനിത് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ പൊടിച്ച് വെച്ചതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി നമുക്കൊരു പഴയ ഇരുമ്പ് ചട്ടി എടുക്കാം. ഞാനിത് ഹെയർ ഡേ തന്നെ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഇരുമ്പ് ചട്ടിയാണ്. ഇതിലേക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. അത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാ കാപ്പിപ്പൊടി ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏതായാലും ബ്രാൻഡ് ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അലിയിച്ചെടുക്കണം. അതാണ് ഈ ഒരു ഹെയർ ഡൈയുടെ പ്രത്യേകത. സാധാരണ നമ്മൾ കോഫി പൗഡർ എല്ലാം ഒന്നെങ്കിൽ വെള്ളം തിളപ്പിച്ച് എടുക്കും, അല്ലെങ്കിൽ ഈ കോഫി പൗഡർ അതിൽ ഡയറക്റ്റായിട്ട് പൊടികളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കൂട്ട് നമ്മൾ അങ്ങനെയല്ല തയ്യാറാക്കുന്നത്. അതാണ് ഈ ഒരു കൂട്ടിൻ്റെ പ്രത്യേകതയും. ഇതുപോലെ നമ്മുടെ കോഫി പൗഡർ മെൽറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു കൂട്ടാണ് നമ്മുടെ ഈ ഒരു മുടി കറുക്കാനുള്ള പ്രത്യേക ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ കോഫി പൗഡർ ചെയ്തെടുക്കണം. ഇത് മാത്രമായിട്ട് നമുക്ക് അങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ കൂടെയാണ് മറ്റുള്ള ചേരുവകളെല്ലാം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പോലെ തന്നെ കറുത്ത് വരണം കേട്ടോ. ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറായി വരുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ നല്ല ഡാർക്ക് കളറാക്കി എടുക്കണം. ഇപ്പം നല്ലപോലെ തന്നെ നല്ല കറുപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് പതുക്കെ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് മാറി നിന്നിട്ട്. കാരണം വെള്ളം ഒഴിക്കുമ്പോൾ ഇത് തിളച്ച് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളൊന്നും അടുത്തില്ല എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
അടിയിൽ ഇതുപോലെ കോഫി പൗഡർ നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതെല്ലാം ഉരുകി ഒന്നും കൂടി ഒന്ന് മെൽറ്റായിട്ട് വരും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ശംഖുപുഷ്പം, അതുപോലെ പനിക്കൂർക്കയുടെ ഇല, കറിവേപ്പില, ഇത് മൂന്നും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം. അതുപോലെയൊക്കെ നമുക്ക് സമയമെടുത്ത് ചെയ്യുന്ന കൂട്ടുകളൊക്കെയാണ് നമ്മുടെ ഹെയറിൽ നന്നായിട്ട് തന്നെ ബ്ലാക്ക് കളറ് പിടിക്കുന്നത്. കാരണം ഗ്രേ കളറെന്ന് പറയുന്നത് അത് മുടി കറുപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എല്ലാവർക്കും അത് പിടിക്കണമെന്നുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ പഴയകാല കൂട്ടുകളൊക്കെ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് അറിഞ്ഞൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് തലയ്ക്കും മുടിക്കും ഒന്നിനും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, നാളകളിലാണേലും ഒരു കുഴപ്പവും ഇല്ലാതെ, മുടി കൊഴിച്ചിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതൊക്കെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് കുറച്ച് സമയമെടുത്തു. ഇതുപോലുള്ള ആരെങ്കിലുമൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെയൊക്കെ ഇടുന്നത് കൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. അല്ലാതെ ഉള്ള കൂട്ടുകളൊന്നും നിങ്ങൾ ദയവായിട്ട് തലയിൽ മുടിയിൽ അപ്ലൈ ചെയ്യരുത്. കാരണം മുടി കൊഴിച്ചിൽ, താരൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് നാച്ചുറലായതെല്ലാം ഉണ്ട്. പെട്ടെന്നൊന്നും നമുക്ക് പിടിക്കില്ല. ഒരു 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇത് അടുപ്പിച്ചൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അത് മുടിയിൽ ശരിക്കത് പിടിച്ചോളും. പെട്ടെന്നൊന്നും നമുക്ക് പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ കെമിക്കൽ മാത്രമേ നമുക്ക് അങ്ങനെ പിടിക്കാൻ പറ്റത്തുള്ളൂ, ഏതാണെന്ന് പറഞ്ഞാലും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇൻഡിഗോ ചേർത്ത് കൊടുക്കാം. ഇൻഡിഗോ ചേർക്കേണ്ടതുപോലെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഇൻഡിഗോ നല്ലൊരു മുടി കറുപ്പിക്കാൻ പറ്റുന്ന ഇതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു അറിവിൽ ഇപ്പോൾ ഇൻഡിഗോ മാത്രമാണ് മുടിയിൽ നന്നായിട്ട് പെട്ടെന്ന് കളർ പിടിക്കുന്നത്. പക്ഷെ അത് ചെയ്യേണ്ട പോലെ ചെയ്ത് കഴിഞ്ഞാൽ അലർജിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പം ഞാനിപ്പോൾ ഈ ചെയ്തതും വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക്, ചെറുപ്പക്കാർക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളാണിത്. ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, പൊടികൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ളതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല കുറേ നമ്മൾ എടുത്ത് ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗുണം നഷ്ടപ്പെടും. അപ്പം നമ്മൾ കറക്റ്റായിട്ട് തന്നെ പൊടികളൊക്കെ ഇതുപോലുള്ള ശംഖുപുഷ്പം, പനിക്കൂർക്കയുടെ ഇല, കറിവേപ്പിലയുടെ ഇലയൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പൊടിച്ച് വെച്ചത്. നിങ്ങൾക്കാണേലും സമയം ലാഭിക്കാം. കാരണം അല്ലെങ്കിൽ നമ്മൾ വറുക്കുന്നതെല്ലാം നമ്മളിങ്ങനെ കാണിച്ച് സമയം വെറുതെ പോവും. അപ്പം ഞാനിതാ ഇതെല്ലാം ഒരു ബൗളിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കൂട്ടിൽ നമ്മൾ വേറെ കെമിക്കലോ അങ്ങനെയുള്ള യാതൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇതിപ്പോൾ 1 മണിക്കൂറോ അല്ലെ 2 മണിക്കൂറോ തലയിൽ മുടിയിൽ വെച്ചിരുന്ന യാതൊരു കുഴപ്പവും വരില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ്റെ മുടിയിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഗ്രേ ഉണ്ടായിരുന്നു, താരനുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതാണ്. എൻ്റെ മുൻപുള്ള വീഡിയോസൊക്കെ ഒന്ന് നോക്കിയാൽ അറിയാം. അവൻ്റെ മുടിയിൽ താരനായിട്ട് ഞാൻ ഇളക്കി കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഹെയർ നരച്ചതിൻ്റെയൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൂട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അവൻ്റെ മുടി നന്നായിട്ട് കറുക്കുകയും ചെയ്തു, മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്തു. ഇപ്പോൾ താരനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പം മുടിയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് വളരുന്നുണ്ട്, നല്ല കട്ടിയോടുകൂടി തന്നെ വളരുന്നുണ്ട് ഈ ഒരു കൂട്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള നാടൻ കൂട്ടുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ മുടിയെ സംരക്ഷിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതുപോലുള്ള നരച്ച മുടി കറുപ്പിക്കുന്ന വീഡിയോസെല്ലാം ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഏതാണ് ഉപകാരപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്ത് നിങ്ങളുടെ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.